കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്ക് എന്നുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ ഡാറ്റ സ്ട്രക്ചറായ ക്യൂ. നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ കുറെ ക്യൂകളൊക്കെ കാണാറുള്ളതാണ്. ഇപ്പൊ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ പോയാലും നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരും. അപ്പൊ അവിടെ എങ്ങനെയാണ് ക്യൂ എന്നുള്ളതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ പോലെ തന്നെയാണ്. എല്ലാവരും എന്താ ഇങ്ങനെയായിരിക്കും നമ്മൾ ക്യൂവിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇന്നലെ സ്റ്റാക്കിൽ പഠിച്ച പോലെ സ്റ്റാക്ക് എന്നുള്ളത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. സെയിം ആസ് ക്യൂ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. പക്ഷെ സ്റ്റാക്കിലേക്ക് നമ്മൾ ഇൻസേർഷൻ ചെയ്യുന്നതും ഡിലീഷൻ നടത്തുന്നതും ഒരു എൻഡ് മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ അതിനെ ടോപ്പ് എന്നാണ് പഠിച്ചത്. ടോപ്പ് എന്നുള്ളൊരു എൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ക്യൂവിൽ എപ്പോഴും എങ്ങനെയാണ് രണ്ട് എൻഡ് ഉണ്ടാവും ഇല്ലേ? നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ ഉണ്ടാവും, ബാക്കും ഉണ്ടാവും. നമുക്ക് ഫ്രണ്ട് എൻഡും ഉണ്ടാവും, ബാക്ക് എൻഡും ഉണ്ടാവും. ഒരു ക്യൂവില് രണ്ട് എൻഡ് പോർഷൻസ് ഉണ്ടാവും, ഫ്രണ്ടും ഉണ്ടാവും, ബാക്കും ഉണ്ടാവും. നമ്മളിവിടെ ബാക്ക് എൻഡിന് പകരമായിട്ട് പഠിക്കുന്നതാണ് റിയർ എൻഡ്. ഫ്രണ്ട് എൻഡിന് പകരം നമ്മൾ ഇനി റിയർ എൻഡ്, റിയർ മീൻസ് ബാക്ക് സൈഡ് എൻഡ്, റിയർ എൻഡ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി ക്യൂവിലേക്ക് എപ്പോഴും ഇപ്പൊ ഓൾറെഡി ഇതാ നോക്കും. ഇപ്പൊ ഇതാണ് ഫ്രണ്ട്. ആദ്യം ഒരു എലിമെന്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എം ടി ക്യൂ ആണ്, ഒരു ക്യൂ ഇല്ല. നമ്മൾ പോയി നിന്നാൽ ഒരാളെങ്കിലും മിനിമം ഉണ്ടായാലേ അതൊരു ക്യൂ ആവുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന ആള്, അതായത് ആദ്യം ആ ക്യൂവിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആളായിരിക്കും ആ ക്യൂവിലെ ഫസ്റ്റ് പേഴ്സൺ അല്ലെ? അപ്പൊ ഇപ്പൊ ഇതൊരു ക്യൂ ആണെങ്കിൽ അയാള് ഇവിടെ എത്തും. അപ്പൊ അതാ ഞാനിപ്പോ എൻ്റർ ചെയ്തത് 10 എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ്. എപ്പോഴും എലിമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി ഇത്ര എലിമെന്റ്സ് ഉള്ളതാണെങ്കിൽ 10, 20, 30 മൂന്ന് എലിമെന്റ്സ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ 3 എലിമെന്റ്സ് ഉള്ള ഒരു ക്യൂവിലേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത് ഏത് എൻഡിൽ കൂടിയേ പറ്റുള്ളൂ? എപ്പോഴും ക്യൂ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ക്യൂവിലേക്ക് പുതിയൊരാൾ വരുന്നത് ബാക്ക് എൻഡിൽ കൂടിയാണ്, അതായത് റിയർ എൻഡിൽ കൂടിയാണ് എപ്പോഴും ഇൻസേർഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇൻസേർഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഓൺലി ഇൻ ദി റിയർ എൻഡ്. ഇനി ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ആദ്യം ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിന്നു, ബാക്കിൽ നിന്ന് ഒരിക്കലും ഒരാൾ ടിക്കറ്റ് അങ്ങനെ ഡയറക്റ്റ് കയറി എടുക്കാൻ പറ്റില്ല, ഡിലീറ്റും ആവില്ല. നമ്മൾ എന്താ ചെയ്യുക? അവിടെ എപ്പോഴും ഏറ്റവും ഫ്രണ്ടിൽ ആരാണോ നിൽക്കുന്നത് അയാളായിരിക്കും ക്യൂവിൽ നിന്ന് ആദ്യം പുറത്തേക്ക് പോവുക. അപ്പൊ ഡിലീഷൻ എവിടെ നിന്ന് നടക്കും? ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിൽ നിന്നായിരിക്കും ഡിലീഷൻ നടക്കുക. അപ്പൊ ഫസ്റ്റ് റിയർ എൻഡിൽ കൂടെ ഇൻസേർഷനും ഫ്രണ്ട് എൻഡിൽ കൂടെ ഡിലീഷനും ആണ് ക്യൂവിൽ നടക്കുക. അതായത് ഏറ്റവും ഫസ്റ്റ് ക്യൂവിൽ എൻ്റർ ആയ ആളായിരിക്കും ഏറ്റവും ഫസ്റ്റ് ക്യൂവിൽ നിന്ന് പുറത്തോട്ട് പോവുക. അതായത് അവിടെ എന്ത് പ്രിൻസിപ്പിളാ വരിക? ഫിഫോ എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് വരിക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യൂവിലെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആളാണ് ആദ്യം പുറത്തേക്ക് പോവുക. ദാറ്റ് ഈസ് ഇൻ ദി പ്രിൻസിപ്പിൾ ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്കിൽ എങ്ങനെയായിരുന്നു? ഒരു എൻഡേ ഉണ്ടായുള്ളൂ. നമ്മൾ അവിടെ എന്തായിരുന്നു? ലിഫോ പ്രിൻസിപ്പിൾ ആയിരുന്നു. ലാസ്റ്റ് ഇൻ ചെയ്ത ആളാണ് ഫസ്റ്റ് പുറത്തോട്ട് പോവുക. അത് സ്റ്റാക്കില്. ക്യൂവിൽ എന്താണ്? ഫിഫോ എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ക്യൂയുടെ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. Q is a linear data structure. It has two ends, front and rear end. Deletion is possible at the front end and insertion and possible at the rear end. നമുക്ക് Qയുടെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. Q, it is a linear data structure in which insertion takes place at one end. ആ എൻഡിനെ നമ്മൾ എന്ത് പറയും? Rear end. And deletion takes place at another end. That end is front end and it is works on the principle FIFO, first in first out. അപ്പൊ നമുക്ക് ഇനി ക്യൂവില് നമ്മൾ സ്റ്റാക്കില് രണ്ട് ഓപ്പറേഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? പുഷ് ആൻഡ് പോപ്പ്. പുഷ് മീൻസ് ഇൻസേർഷൻ ഇൻ ടു ദി സ്റ്റാക്ക് ആൻഡ് പോപ്പ് മീൻസ് ഡിലീഷൻ ഫ്രം ദി സ്റ്റാക്ക്. അതേപോലെ തന്നെ ക്യൂവിലും നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാനുള്ളത്, ഇൻസേർഷനും ഡിലീഷനും. നമുക്കിനി അതിന്റെ അൽഗോരിതംസ് നോക്കാം. നമുക്കിനി ക്യൂവിന്റെ ഇൻസേർഷൻ അൽഗോരിതം പഠിക്കാം. കൺസിഡർ ആൻ അറേ Q of n that implements a queue with n size, front be the front position and rear be the rear position of the queue. Val be a variable to be inserted into the queue. അപ്പൊ നമുക്ക് ക്യൂ എന്നുള്ളൊരു സ്റ്റാക്ക് പോലെ തന്നെ അറേ തന്നെയാണ് നമ്മൾ ക്യൂവിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ക്യൂ എന്നുള്ളൊരു പേര് കൊടുത്തു. മാക്സിമം വേരിയബിൾസ് n വേരിയബിൾസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ആ ക്യൂവിന്റെ സൈസ് ആണ്.
ഫ്രണ്ട് പൊസിഷനും റിയർ പൊസിഷനും ഫ്രണ്ട് എന്നും റിയർ എന്നും രണ്ട് വേരിയബിൾസ് കൊടുത്തു. ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഐറ്റം, ആ ഐറ്റത്തിന്റെ പേര് നമ്മൾ വാൽന്ന് ഡിക്ലെയർ ചെയ്തു. വാല്യൂ വാൽ. ഇനി നമുക്ക് അൽഗോരിതം എഴുതാം. സ്റ്റാർട്ട് ചെയ്തു. 1 if rear equal to -1, rear position -1 ആണെന്ന് ചെക്ക് ചെയ്യണം. then front equal to rear equal to 0, q of rear equal to value. else if rear less than n, rear equal to rear plus 1, q of rear equal to val. else 8th step print q overflow and 9th step end of if. then ഈ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ക്യൂ വരച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ക്യൂ ആണ്. ക്യൂ എന്നുള്ള നെയിം വെച്ചിട്ട് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തു ക്യൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാണ് റിയർ ഈക്വൽ ടു -1. നമ്മൾ ക്യൂ അറേ ഡിക്ലെയർ ചെയ്യുന്ന പോലെ സൈസ് കൊടുക്കാണ്. 0 1 2 3 4 and 5. അപ്പൊ ഇവിടെ എന്നിന്റെ സൈസ് എത്ര വരും? n ഈക്വൽ ടു മാക്സിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ് 0 to 5. ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ബിക്കംസ് 6 ആണ് ഇവിടെ എന്നിന്റെ സൈസ്. ഫ്രണ്ടും റിയറും ഇപ്പൊ ഇതൊരു എംപ്റ്റി ക്യൂ ആണ്. അതിലേക്ക് എലിമെന്റ്സ് ഒന്നുമില്ല. എംപ്റ്റി ക്യൂ ആണെങ്കിൽ അവിടെ എന്താണ് റിയറും ഫ്രണ്ടും ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പൊ ഞാനിവിടെ റിയർ എഴുതി. ഇതുപോലെ ഇവിടെ ഫ്രണ്ട് എന്ന് എഴുതി. ഇപ്പോ റിയറും ഫ്രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. അതായത് 0 എത്തിയിട്ടില്ല. അതായത് ബിക്കോസ് ഓഫ് എംപ്റ്റി ക്യൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നോക്കാം. if rear equal to -1, അതായത് 0 ആണോ റിയറിന്റെ വാല്യൂ? അല്ല. അപ്പൊ അതെന്താണ്? 0-നേക്കാൾ ചെറുതാണ്. അപ്പൊ റിയറിന്റെ വാല്യൂ ഇപ്പോ -1 ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം? then അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് എംപ്റ്റി സ്റ്റാറ്റസ്. ക്യൂ എംപ്റ്റി ആണെന്ന് ചെക്ക് ചെയ്യാണ്. അപ്പൊ രണ്ടും -1, റിയറിന്റെ വാല്യൂ -1 ആയതുകൊണ്ട് 0-നേക്കാൾ താഴെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പില് then rear equal to front equal to 0. അപ്പോ റിയറും ഫ്രണ്ടും എവിടെയായിട്ട് മാറും? റിയറും ഫ്രണ്ടും താഴെ എന്നുള്ളത് മാറി ഇവിടെയാവും. ഇതാവും റിയർ എൻഡ്, ഇത് തന്നെയായിരിക്കും ഫ്രണ്ട് എൻഡ്. റിയറും ഫ്രണ്ടും 0 ആയിരിക്കും. നമുക്ക് ആ പൊസിഷനിലേക്ക് എത്തി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? വാല്യൂ. ഏത് വാല്യൂ ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്? എനിക്കിപ്പോ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ 22 ആണ്. ആ 2 ഇപ്പൊ വാലിൽ അപ്പോഴുള്ളത് വാൽ ഈക്വൽ ടു 22 ആണ്. റിയർ ഈക്വൽ ടു 0 ആണ്. ഫ്രണ്ട് ഈക്വൽ ടു 0 ആണ്. ഇത്രയും വേരിയബിൾസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വാല്യൂ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം, ആ വേരിയബിൾ എനിക്ക് 22 ആണ്. അപ്പൊ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 22 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വാൽ എവിടെ നമുക്ക് സ്റ്റോർ ചെയ്യണം? ക്യൂ ഓഫ് റിയറിലേക്ക്. ദാറ്റ് ഈസ് ക്യൂ ഓഫ് 0 ഇപ്പൊ എന്ത് വരും? ക്യൂ ഓഫ് 0 22 വരും. അപ്പൊ ഇതാണ് ക്യൂ ഓഫ് 0. അവിടെ എന്ത് വരും? 22 എന്നുള്ള എലിമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു നമ്മള്? else if rear less than n, rear less than n ആണോ എന്ന് നോക്കാം. റിയറിന്റെ വാല്യൂ എന്താ? 0 ആണ്. 0 എന്താണ്? 0 ലെസ് ദാൻ n ആണ്. n ന്റെ വാല്യൂ 6 ആണ്. ആണെങ്കിൽ അവിടെ എന്താണ്? അപ്പൊ ഇനിയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? റിയറിന്റെ വാല്യൂ ഒന്നും കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. റിയർ 0 എന്നുള്ളത് അപ്പൊ എത്രയായിട്ട് മാറും? റിയർ 0 എന്നുള്ളത് 1 ആയിട്ട് അവിടെ മാറും. അപ്പൊ റിയറിന്റെ വാല്യൂ എന്തായി മാറും? റിയർ 0-ൽ നിന്നും അവിടെ നിന്ന് എന്താവും? റിയർ 1-ലേക്ക് അതിന്റെ പോയിന്റർ ആയിട്ട് നിൽക്കും. റിയർ അപ്പൊ 1-ലെത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇനി അടുത്തൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത ഞാൻ ഇൻസേർട്ട് ചെയ്യാണ് 32 ആണ് അടുത്ത വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത വാല്യൂ അവിടെ പോകും. ക്യൂ ഓഫ് റിയറിലേക്ക് പോവാം. ക്യൂ ഓഫ് റിയർ ഇപ്പൊ എത്രയാണ്? ക്യൂ ഓഫ് റിയറിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ക്യൂ ഓഫ് 1-ലേക്ക് എന്ത് എത്തും? 32 എന്നുള്ള വാല്യൂ. അപ്പൊ ഇവിടെ എന്തായി? 32 മാറും. ഇനി അടുത്ത എന്താണ്? എൽസ് കേസ് എടുക്കാണ്. അതായത് ഈ എൽസ് കേസ് ഇതൊന്നും അല്ലാത്ത കേസാണ്. ഇതുപോലെ നമുക്ക് എത്ര ഐറ്റംസ് ഇൻസേർട്ട് ചെയ്യണോ വീണ്ടും എന്താവും? റിയറിന്റെ വാല്യൂ ഇൻക്രീസ്ഡ് ബൈ 1.
ഈ ഫ്രണ്ട് എപ്പോഴും എന്തുതന്നെയായിരിക്കും, അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അടുത്തത് എങ്ങനെ, അതുപോലെ റിയർ ഇവിടേക്കാവും. ഞാൻ അടുത്തൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാണ്. 31, 29, 2, 12. ഇങ്ങനെ ഇത്രയും വാല്യൂസ് ആയി. ഇപ്പൊ റിയർ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് വരിക. ഇപ്പൊ റിയറിന്റെ വാല്യൂ 5 ആയി. ഇനിയും ഒന്നും കൂടെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ എന്താ, ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1 ആവുകയാണെങ്കിൽ ഇപ്പൊ റിയർ വാല്യൂ കൂടെ എന്താണ്, റിയർ നൗ ബിക്കം, റിയറിന്റെ വാല്യൂ ഇപ്പോ 5 ആയി. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ്. else if rear less than n, 5 less than 5 ആണോ, 5 less than or equal to ആണ് 5, 5 less than or equal to 5 അല്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കാം, then ഇതെല്ലാം റോങ് ആയി. അപ്പൊ എന്തായി, പ്രിന്റ് ക്യൂ ഓവർഫ്ലോ. അപ്പൊ അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരും, സ്റ്റാക്കിലെ പോലെ തന്നെ സ്പേസ് നമുക്കില്ല. മാക്സിമം എത്ര സൈസ് നമ്മൾ പറഞ്ഞത്, മാക്സിമം 6 ആയിരുന്നു. ഇനി നമുക്ക് ആ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരും, ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്ത് വരും. ഒന്നുകൂടെ നമുക്കിത് പറയാം. ആദ്യം നമ്മള് എം ടി ക്യൂ ആവുമ്പോ റിയറിന്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ -1 ആയിരിക്കും. അപ്പോ എം ടി ക്യൂവിലേക്ക് നമുക്ക് ഇൻസേർഷൻ പോസിബിൾ ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഫ്രണ്ട് വാല്യൂയും റിയർ വാല്യൂയും ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്യാം. ഇനി ഏത് വാല്യൂ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അത് ക്യൂ ഓഫ് 0ലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് ഇൻസേർഷൻ പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. വിത്ത് മാക്സിമം സൈസ് വാല്യൂ ഓഫ് n നമ്മൾ ചെക്ക് ചെയ്തു. 0 ലെസ് ദാൻ 6 ആണോ, ആണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, റിയറിന്റെ വാല്യൂ ഇൻക്രീസ്ഡ് ബൈ 1. റിയറിന്റെ 0 എന്നുള്ള വാല്യൂ എത്രയും മാറും, 1 ആയി മാറും. അതിലേക്ക് പുതിയ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ എത്ര വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണോ അത്രയും വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഇവിടെ വരെ റിയർ വാല്യൂ 5 വരെ എത്തി. വീണ്ടും നമ്മളിവിടെ ചെക്ക് ചെയ്യാനെത്തും. ഇതിങ്ങനെ ലൂപ്പ് പോലെ വന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യാനെത്തുമ്പോ 5 ലെസ് ദാൻ 5 ഇറ്റ് ഈസ് റോങ്. അപ്പൊ എന്താവും, അത് ഫോൾസ് കേസ് ആവുമ്പോ എൽസ് കേസിലേക്ക് വന്നു. എൽസ് ക്യൂ ഓവർഫ്ലോ. അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരും, ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്ത് വരും. ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ക്യൂവിലേക്ക് ഇൻസേർഷന്റെ അൽഗോരിതം. ഇനി നമുക്ക് ക്യൂവിന്റെ ഡിലീഷൻ അൽഗോരിതം പഠിക്കാം. ക്യൂവിന്റെ ഡിലീഷൻ അൽഗോരിതം: consider an array Q of n that implements a queue with n size, front be the front position and rear be the rear position, val be the variable to be deleted from the queue. നമ്മള് ക്യൂവിന്റെ ഇൻസേർഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കി എല്ലാ വേരിയബിൾസും. ഇതിൽ വാൽ എന്നുള്ള വാല്യൂ മാത്രം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റം. ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഐറ്റം ആയിരുന്നെങ്കിൽ ഇൻസേർഷനിൽ, ഇവിടെ ഡിലീഷനിൽ ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റം. ദെൻ നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യണം. if front greater than -1 and ഫ്രണ്ട് ലെസ് ദാൻ റിയർ, അവിടെ ചെക്ക് ചെയ്യാണ് നമ്മുടെ ക്യൂ എം ടി ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാണ്. ദെൻ വാൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 എൽസ് പ്രിന്റ് ക്യൂ അണ്ടർഫ്ലോ എൻഡ് ഓഫ് if ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും ചെക്കിങ് തന്നെയാണ്. ലാസ്റ്റ് എലമെന്റ് ആയത് ചെക്ക് ചെയ്യാണ് നമ്മള്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 9th സ്റ്റെപ്പ് എൻഡ് ഓഫ് if ആൻഡ് സ്റ്റാർട്ട് ചെയ്ത അൽഗോരിതം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് അഗൈൻ ഒരു ഡയഗ്രാം വരച്ചിട്ട് നോക്കാം. നമ്മളിവിടെ പറഞ്ഞ പോലെ ഞാൻ ക്യൂവിന് നെയിം ക്യൂ തന്നെ കൊടുത്തു. നമ്മുടെ അറയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാക്ക്. ആദ്യം നമുക്ക് ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാക്ക് ആണെങ്കിൽ ഞാനിവിടെ എലിമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. 80, 90, 20, 101, 11, 17, 9 ഇത്രയൊക്കെയാണ് നമ്മുടെ എലിമെന്റ്സ്. ക്യൂ അറേ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്യൂ 0, 1, 2, 3, 4, 5, 6. ഇവിടെ n ഈക്വൽ ടു എന്ത് വരും, ഹിയർ n ഈക്വൽ ടു 0 to 6. ടോട്ടൽ 7 എലിമെന്റ്സ് ആണ് നമുക്കുള്ളത്. ഇപ്പോ റിയർ പൊസിഷൻ ഫ്രണ്ട് ഇവിടെ തന്നെയാണ്. ഫ്രണ്ട് എന്നുള്ളത് 0 തന്നെയാണ്. നമ്മള് റിയർ പൊസിഷനിലാണ് എന്ന് പറഞ്ഞത്. റിയർ പൊസിഷനിൽ നമ്മള് ഇൻസേർഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ റിയർ പൊസിഷൻ. അപ്പൊ നമുക്ക് റിയർ പൊസിഷൻ എത്തി. നമുക്ക് ഇനി ഡിലീഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ഡിലീഷൻ ഏതെങ്കിലും പോസിബിൾ. ഡിലീഷൻ ഈസ് ഫ്രം ദി ക്യൂവിൽ എങ്ങനെയാണ്, ഡിലീഷൻ ഫ്രം ദി ഫ്രണ്ട് എൻഡ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്.
ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ നമ്മളോട് നോക്കണം. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്. അവിടെ ഫ്രണ്ട് എത്രയാണ്? 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ -1 അത് ട്രൂ ആണ്. അതിനോടൊപ്പം ഇവിടെ ആൻഡ് ആണ്. അപ്പൊ രണ്ട് കണ്ടീഷനും നമുക്ക് ചെക്ക് ചെയ്യണം. 0 ഗ്രേറ്റർ ദാൻ -1 ആണ്. അതിനോടൊപ്പം എന്തെന്ന് നോക്കി? ഫ്രണ്ട് ലെസ് ദാൻ റിയർ ആണോ? റിയറിന്റെ പൊസിഷൻ ഒക്കെ ഇവിടെ 6 ആണ്. 6 ലെസ് ദാൻ ഫ്രണ്ട് ഇവിടെ 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ 1 ആണ്. 0 ലെസ് ദാൻ 6 ആണ്. അപ്പൊ നമുക്ക് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്തത് ഇവിടെ ചെയ്യാം നമുക്ക്. അവിടെ എന്ത് ചെയ്യണം? ക്യൂ ഓഫ് ഫ്രണ്ടിലുള്ളത് ഏതാണോ? ക്യൂ ഓഫ് ഫ്രണ്ടിൽ ഏതാപ്പോ? ക്യൂ ഓഫ് 0 ഏതാണ്? ക്യൂ ഓഫ് 0 9 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 9 എന്നുള്ള എലിമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. 9 എന്നുള്ള എലിമെന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ് വാൽ. അതായത് എപ്പോഴും നമ്മൾ പറഞ്ഞ് ഫ്രണ്ട് എൻഡിലാണ് ഡിലീഷൻ എടുക്കുക. അപ്പൊ ക്യൂ ഓഫ് 0 ഇപ്പൊ ഇവിടെ 9 ആണ്. അത് എവിടേക്ക് സ്റ്റോർ ചെയ്യും? വാല്യൂവിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് പോകും. അപ്പൊ വാല്യൂ ഉള്ളത് ഇപ്പൊ എവിടെയാണുള്ളത്? വാല്യൂ ഇപ്പൊ എന്തുണ്ട്? 9 ആണ് ഉള്ളത്. വാൽ ബിക്കംസ് 9. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണ് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഈ എലമെന്റ് ഇവിടെ ഡിലീറ്റ് ആയി പോകുമ്പോ ഫ്രണ്ട് എവിടെയാവും? ഫ്രണ്ട് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് എത്തും. ഫ്രണ്ട് ബിക്കംസ് ഫ്രണ്ടിന്റെ വാല്യൂ ഇപ്പൊ എന്തായി? 1 ആയി. ഫ്രണ്ടിന്റെ വാല്യൂ നമുക്ക് എന്തായിരുന്നു? ഫ്രണ്ടിന്റെ വാല്യൂ 0 എന്നുള്ളത് ഫ്രണ്ടിന്റെ വാല്യൂ 1 ആയി. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് കൂടെ നമ്മൾ നോക്കാണ്. ഇനി അടുത്തത് എന്താ? വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. ക്യൂ ഓഫ് ഫ്രണ്ട് ഇപ്പൊ എന്താണ്? ക്യൂ ഓഫ് 117 ആണ്. ആ എലിമെന്റ് ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഈ ഓരോ എലിമെന്റ്സും നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ ഫ്രണ്ട് എവിടെ എത്തിയിട്ടുണ്ടാവും? ഫ്രണ്ട് എന്നുള്ളത് 6ൽ എത്തിയിട്ടുണ്ടാവും. ഫ്രണ്ട് എന്നുള്ളത് ഇപ്പൊ 6ൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഫ്രണ്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രണ്ട് ഇവിടെ 6 ആയി. 6 ഗ്രേറ്റർ ദാൻ -1 ആണ്. അത് ട്രൂ ആണ്. പക്ഷെ 6 ലെസ് ദാൻ 6 ആണോ? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ റോങ് ആയിട്ടാണ് വരിക. ഇവിടെ നമ്മൾ ഓരോ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? ആ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആയി. അപ്പൊ എന്ത് ചെയ്യും? ഇത് ട്രൂ അല്ലാത്ത കാരണം കൊണ്ട് എൽസ് കേസിലേക്ക് എത്തി. അവിടെ എന്ത് പ്രിന്റ് ചെയ്യണം? ക്യൂ അണ്ടർഫ്ലോ. ഇനി നമുക്ക് എലമെന്റ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ക്യൂ എംപ്റ്റി ആണ്. അപ്പൊ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാണ്. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണോ നോക്കാണ്. ഇവിടെ 6 ഗ്രേറ്റർ ദാൻ 6 ആണോ? അല്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടും റിയറും -1 ആക്കി സെറ്റ് ചെയ്യണം. അതായത് എംപ്റ്റി ക്യൂ ആയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എംപ്റ്റി ക്യൂ ആവണമെങ്കിൽ നമ്മൾ ഇൻസേർഷനിൽ പറഞ്ഞിട്ട് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു അവിടെ എന്ത് സംഭവിക്കും? -1 ആയിട്ട് ചെക്ക് ചെയ്യും. ഇനി ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ കണ്ടീഷൻസ് നോക്കും. എപ്പോഴും ക്യൂവില് ഇൻസേർഷൻ നടക്കുന്നത് റിയർ എൻഡിലും ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിലുമാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ ആദ്യം നോക്കി. ഏതാണോ ഫ്രണ്ടിലുള്ള എലമെന്റ്, ക്യൂ ഓഫ് ഫ്രണ്ടിൽ ഏതാണോ അതായിരിക്കും നമ്മുടെ വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്ത് പോവുക. അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ എലമെന്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഫ്രണ്ട് എന്നുള്ളത് 0 എന്നുള്ളത് 1 ആയിട്ട് മാറും. അങ്ങനെ ഓരോ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ടും റിയറും ഈക്വൽ ആവും. ഈക്വൽ ആവുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റെപ്പ് 1ൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻ റോങ് ആവും. അപ്പൊ അത് എംപ്റ്റി ക്യൂ ആയിട്ട് മാറിയിട്ട് അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വരണം? ക്യൂ അണ്ടർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എംപ്റ്റി ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെക്കണം? റിയർ വാല്യൂ ക്യൂ എംപ്റ്റി ആയി കഴിഞ്ഞാൽ ഇപ്പൊ ടോപ്പ് എലമെന്റിലാണ് ഉള്ളത്. രണ്ടും സെയിം ആയിട്ട് അത് എന്ത് ചെയ്യണം? എംപ്റ്റി ക്യൂ ആയി കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് നമ്മൾ വന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? ക്യൂവും റിയറും -1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിയാം. ഇനി ഓവർഫ്ലോ എന്നതും അണ്ടർഫ്ലോ എന്നതും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ക്യൂവില് ഓവർഫ്ലോ എന്നുള്ളത് എപ്പോഴാണ് സംഭവിക്കുക? ക്യൂ ഇപ്പൊ ഫുൾ ആണ്. ക്യൂവില് ഇനി നമുക്ക് എലമെന്റ്സ് ഒന്നും ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മാക്സിമം ഇതിന്റെ സൈസ് കൊടുത്തത് 5 ആയിരുന്നു. ക്യൂ ഓഫ് 5 ആണ് നമ്മൾ കൊടുത്തത്. 0 to 4 വരെ ടോട്ടൽ 5 എലമെന്റ്സ്. ഇനിയും നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ റിയൽ വാല്യൂ എവിടേക്കായിട്ട് മാറും? റിയൽ വാല്യൂ മുകളിലേക്ക് പോകും. അപ്പൊ നമ്മുടെ സ്റ്റാക്ക് അവിടെ ഫുള്ളായി. പിന്നെ ക്യൂ അവിടെ നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ക്യൂ റിയൽ വാല്യൂ മുകളിലേക്ക് പോയി കഴിഞ്ഞു. അവിടെയാണ് എന്ത് സംഭവിക്കുക? ഓവർഫ്ലോ. അതുപോലെ എലമെന്റ്സ് എല്ലാം ഡിലീറ്റ് ആയിട്ട് റിയൽ വാല്യൂ നമുക്ക് എവിടേക്ക് എത്തണം? റിയൽ വാല്യൂയും താഴേക്ക് എത്തണം. അതായത് -1 ആയി കഴിഞ്ഞാൽ 0-നേക്കാളും താഴേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് സംഭവിക്കുക? അണ്ടർഫ്ലോ. അതായത് എംപ്റ്റി ക്യൂവിലാണ് അണ്ടർഫ്ലോ സംഭവിക്കുക. ഫുൾ ആയിട്ടുള്ള ഒരു ക്യൂവിലാണ് എന്ത് സംഭവിക്കുക? ഓവർഫ്ലോ. അങ്ങനെ നമ്മളിപ്പോ ക്യൂവിന്റെ
ഇൻസെർഷനും പഠിച്ചു കഴിഞ്ഞു, ഡിലീഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി ക്യൂവിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ശ്രദ്ധിക്കൂ. ഇതിപ്പോ ഒരു ക്യൂ ആണ്. 0 1 2 3 4 5 6 എലമെന്റ്സ് ഉള്ള ക്യൂ. ഫുൾ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ഞാൻ ഇവിടെ എലമെന്റ്സും കൊടുക്കാണ്. 1 2 4 10 17 19 21 ഇങ്ങനെ എലമെന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എപ്പോഴും ഡിലീഷൻ സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രണ്ട് എൻഡിൽ നിന്നാണ് ഡിലീഷൻ സംഭവിക്കുക. ഞാൻ ആദ്യത്തെ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ രണ്ടാമത്തെ ഒരു എലമെന്റും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ എലമെന്റ്സ് നമുക്ക് എന്താണ് പൊസിഷൻ ബാക്കിയുണ്ട്. 0th ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ എംപ്റ്റി ആണ്. പക്ഷെ ഇനി ഇതിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ എന്ത് പറയാ, ഇതാണ് നമ്മുടെ റിയർ എൻഡ് ഇൻസേർഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ ഫ്രണ്ട് എൻഡും എഴുതി, ഡിലീഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ക്യൂവില് നമുക്ക് ഇനിയും എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ പൊസിഷനിലേക്കാണ് നമുക്ക് അപ്പോ ഇവിടെ പൊസിഷൻ എംപ്റ്റി ആയിട്ട് കൂടെ ലൊക്കേഷൻ ഉണ്ടായിട്ടും കൂടെ നമുക്ക് ഒരു പുതിയ എലമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ക്യൂവിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ലൊക്കേഷൻ എംപ്റ്റി ആയതുകൊണ്ട് നമുക്ക് അവിടെ വീണ്ടും എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അവിടെ റിയർ എലമെന്റ് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. റിയർ എലമെന്റ് ഒരു എൻഡിൽ കൂടെ നമുക്ക് ക്യൂവിലേക്ക് ഇൻസേർഷൻ പോസിബിൾ ഉള്ളൂ. അത് റിയർ എൻഡിലാണ്. പക്ഷെ റിയർ എൻഡിൽ ഓൾറെഡി എലമെന്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് അവിടെ എന്ത് സംഭവിക്കില്ല? ഇൻസേർഷൻ പോസിബിൾ ആവില്ല. അതാണ് ക്യൂവിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. അത് നമ്മൾ ഓവർകം ചെയ്യുന്നതാണ് യൂസിങ് സർക്കുലർ ക്യൂ. സർക്കുലർ ക്യൂ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇൻസേർഷൻ പോസിബിൾ ആണ്. എത്ര എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതൊരു സർക്കുലർ ക്യൂ ആണ്. സർക്കുലർ ഷേപ്പിൽ തന്നെ നമ്മളത് വരയ്ക്കുകയാണ്. ഇതൊരു സർക്കുലർ ക്യൂ ആണെങ്കിൽ ഞാനിവിടെ ലൊക്കേഷൻസ് കൊടുത്താണ്. 0 1 2 3 4 5 6 7 8 9 ടോട്ടൽ 10 ലൊക്കേഷൻ ഉള്ള ഒരു സർക്കുലർ ക്യൂ കൊടുക്കുകയാണ്. ഇവിടെ സർക്കുലർ ക്യൂ ആവുമ്പോൾ നമുക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ റിയർ പൊസിഷൻ എങ്കിൽ ഇത് ഞാനിവിടെ ഫ്രണ്ട് പൊസിഷനായിട്ട് ഇതിവിടെ ഫ്രണ്ട് പൊസിഷനായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് എലമെന്റ്സ് ഡിലീറ്റ് ആയാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും എലമെന്റ്സ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് ഇതില് ആ പൊസിഷനിലേക്ക് നമുക്ക് പൊസിഷൻ എംപ്റ്റി ആയിട്ട് കൂടെ, അതായത് മെമ്മറിയിൽ ലൊക്കേഷൻസ് എന്തായിട്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഏത് കേസില്? ക്യൂവിന്റെ കേസില്. പക്ഷെ നമുക്ക് സർക്കുലർ ക്യൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് സർക്കുലർ ക്യൂവില് നമുക്ക് ഫ്രണ്ട് എൻഡ്, റിയർ എൻഡ് അതെല്ലാം കണക്ട് ആയതുകൊണ്ട് എത്ര എലമെന്റ്സ് വേണമെങ്കിലും അതിന്റെ സൈസ് അനുസരിച്ച് മെമ്മറിയിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സർക്കുലർ ക്യൂ എന്താണെന്ന് നോക്കാം. ഒന്നുകൂടെ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സർക്കുലർ ക്യൂ ഈസ് ദാറ്റ് വി ക്യാൻ യൂട്ടിലൈസ് ദി സ്പേസ് ഓഫ് ദി ക്യൂ ഫുള്ളി. ക്യൂവിലെ എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫിഗറിലേക്ക് ഇത് നോക്കൂ. ഇവിടെ ഞാന് ടോട്ടൽ നമുക്ക് 8 ലൊക്കേഷൻസ് ആണ് ഉള്ളത്. 0 തുടങ്ങി 7 വരെ ടോട്ടൽ 8 ലൊക്കേഷൻസ് ഉണ്ട്. അതില് 0 തുടങ്ങി 5 വരെ ഞാൻ എലമെന്റ്സ് എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 6 എലമെന്റ്സ് നമ്മുടെ സർക്കുലർ ക്യൂവിലുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 എലമെന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിലീഷൻ എപ്പോഴും ക്യൂവിലെ പോലെ തന്നെ ഏത് എൻഡിലേ നടക്കുള്ളൂ? ഫ്രണ്ട് എൻഡിലേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ഇതില് 18ഉം 12ഉം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 18ഉം 12ഉം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ഇപ്പൊ ഏതായിട്ട് മാറിയിട്ടുണ്ടാവും? ഫ്രണ്ട് എന്നുള്ളത് 2 എന്നുള്ള പൊസിഷനായിട്ട് മാറിയിട്ടുണ്ടാവും. ഫ്രണ്ട് എലമെന്റ് 14 ആണ്, ഇൻ ദ ലൊക്കേഷൻ 2. ഇപ്പോ ഫ്രണ്ട് 2ഉം റിയർ എന്തായി മാറി? 5 ആയി മാറി. ഇനി ഇതിലേക്ക് ക്യൂവിലാണെങ്കിൽ ഇനി ഇൻസേർഷൻ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് സർക്കുലർ ക്യൂവില് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇനി റിയർ എന്തായി മാറും? ഇൻസേർഷൻ ആകുമ്പോൾ ഞാൻ ഇവിടെ ഒരു 3 എലമെന്റ്സ് അഡീഷണൽ കൊടുക്കാണ്. 52 32 9 3 എലമെന്റ്സ് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്തായി മാറും? ഫ്രണ്ട് 2ഉം റിയർ അവിടെ എന്തായിട്ട് മാറും? ഇതായിരിക്കും നമ്മുടെ റിയർ ആയിട്ട് വരിക. ഫ്രണ്ട് എന്നുള്ളത് 2 ആയിരിക്കും, റിയർ എന്നുള്ളത് അവിടെ എന്തായിട്ട് വരും? 0 ആയിട്ട് മാറും. ഇങ്ങനെ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സർക്കുലർ ക്യൂ. ഇനി ഒരു എലമെന്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും?
അത് 1ലേക്കാണ് വരിക. 1ലേക്ക് വരുമ്പോ അപ്പൊ റിയർ എന്തായി മാറും? റിയർ 1ഉം ഫ്രണ്ട് 2 ആയിട്ട് മാറും. അങ്ങനെ എന്ത് സംഭവിക്കും? സർക്കുലർ ക്യൂ കംപ്ലീറ്റ് ആവും. ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എലമെന്റ്സ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യൂവിൽ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്യൂ ആണെങ്കിൽ ഞാനിവിടെ 9, 8, 7, 6, 10 ഇങ്ങനെ എലമെന്റ്സ് എൻ്റർ ചെയ്തു. നമുക്ക് 2 എൻഡ് ഉണ്ട്. ഇതില് നമ്മള് ഇവിടെ ഏതാണ്? ഇതാണ് നമ്മുടെ റിയർ എൻഡ്, ഇത് ഫ്രണ്ട് എൻഡും. ഫ്രണ്ടിൽ നിന്ന് 0, 1, 2, 3, 4 ഈ 2 എലമെന്റ്സ് ഡിലീറ്റ് ചെയ്താലും പുതിയ ഒരു എലമെന്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എപ്പോഴും റിയറിലേക്കാണ് ഇൻസേർഷൻ നടക്കുക. അപ്പൊ ഇതിലേക്ക് നമുക്ക് പോസിബിൾ അല്ല പുതിയൊരു എലമെന്റ്. സ്പേസ് ഉണ്ടായിട്ട് കൂടി നമുക്ക് പുതിയ എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സർക്കുലർ ക്യൂവിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇന്ന് നമ്മൾ ക്യൂവിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആദ്യം ക്യൂ എന്താണെന്ന് പഠിച്ചു. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണെന്ന് പഠിച്ചു, ഫിഫോ പ്രിൻസിപ്പിൾ. ദെൻ ക്യൂവിലെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷനെ നോക്കി. ക്യൂവിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയ എന്ത് നോക്കി? നമ്മള് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സർക്കുലർ ക്യൂ എന്നുള്ള കൺസെപ്റ്റും പഠിച്ചു. അതുപോലെ നിങ്ങൾ എല്ലായ്പ്പോഴും ക്യൂ എന്നുള്ളൊരു പരിചയമുള്ള ഒരു വേർഡ് യൂസ് ചെയ്ത് ജോബ് ഷെഡ്യൂളിംഗ്. ജോബ് ഷെഡ്യൂളിംഗ് എന്നുള്ളത് സർക്കുലർ ക്യൂവിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മളിപ്പോ പ്രിന്ററിലൊക്കെ പ്രിന്റ് ചെയ്യാൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പ്രിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഏറ്റവും ആദ്യം ഏതാണ് നമ്മൾ ഇപ്പൊ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 50 പേജ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്താലും ഏറ്റവും ഫസ്റ്റ് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത പേജ് ഏതാണോ അതായിരിക്കും പ്രിന്റ് ചെയ്ത് വരാം. അപ്പൊ അത് ഒരു ക്യൂവിന്റെ ഒരു ആപ്ലിക്കേഷനാണ് ജോബ് ഷെഡ്യൂളിംഗ്. ജോബ് ഷെഡ്യൂളിംഗും റിസോഴ്സ് ഷെഡ്യൂളിംഗ്. ജോബ് ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് ഷെഡ്യൂളിംഗ് ഒക്കെ ക്യൂവിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.